ബിഗ് ബോസ് മലയാളം സീസൺ 6 ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് ആദർശ് ഹൈക്കോർട്ടിൽ ഒരു കേസ് മൂവ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഒരുപാടധികം സോഷ്യൽ മീഡിയ പേജുകളും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനോടകം തന്നെ ഒരുപാട് പേരാണ് നമ്മളോട് ഇതിനെപ്പറ്റി ചോദിക്കേണ്ടായത്. ഞാനൊരു യാത്രയിലായതുകൊണ്ട് തന്നെ ഇന്നലത്തെ ലൈവും കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയം ഇങ്ങനെ കേട്ടപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചു. ഇപ്പോൾ സൗണ്ടിന് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ഇപ്പോൾ രാമേശ്വരത്താണ് നിൽക്കുന്നത്. ഇവിടെ എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്ന മൈക്കോ കാര്യങ്ങളോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഈ ഒരു സൗണ്ടിൽ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. ഇതിന് മുന്നത്തെ സീസണുകളിലും നമ്മുടെ ലാംഗ്വേജിൽ മാത്രമല്ല, ഇപ്പോൾ ഹിന്ദി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരുപാടധികം സംഘടനകളും ഇതുപോലുള്ള അഡ്വക്കേറ്റുകളും ബിഗ് ബോസിനെതിരായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഷോ ബാൻ ചെയ്ത് കളയണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ഈ ഹൈക്കോർട്ടിലടക്കം അപ്പീലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇത് എൻ്റെ മോൾ എന്ന് പറയുന്ന വളരെ വലിയൊരു കോപ്പറേറ്റീവ് കമ്പനിയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ ഏറ്റവും സുപ്രീമായിട്ട് നിൽക്കുന്ന ഒരു ആക്ടേഴ്സാണ് ഇത് ആങ്കർ ചെയ്യുന്നത്. പിന്നെ ഏഷ്യാനെറ്റ്, സ്റ്റാർസ് അതുപോലുള്ള ചാനലുകളാണിത് ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ മറ്റുള്ള സീസണുകളിൽ വന്നതുപോലെയല്ല ഈ ഒരു സീസണിൽ നമ്മുടെ അഡ്വക്കേറ്റ് ആദർശ് അപ്പീൽ കൊടുത്തിരിക്കുന്നത്. വളരെ രൂക്ഷമായിട്ടുള്ളൊരു അപ്പീലാണ് പുള്ളിക്കാരൻ നമ്മുടെ ഹൈക്കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള സീസണുകളിലൊക്കെ ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു ഷോ മറ്റുള്ളവർക്ക് എന്ത് മാതൃകയാവാനാണ് ഈ ഒരു ഷോ ഇങ്ങനെ സംപ്രേഷണം ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു ഒരുപാടധികം സംഘടനകളും ഈ ഒരു ബിഗ് ബോസിനെതിരായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഒരു ആദർശ് ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു വാദം എന്ന് പറയുന്നത് നമ്മുടെ സിജോനെ റോക്കി ആക്രമിച്ചതാണ്. സിജോനെ റോക്കി ആക്രമിക്കുന്നതും പിന്നീട് സിജോ സർജറിക്ക് വിധേയനായതും അദ്ദേഹത്തിൻ്റെ വായിൽ ഈ പറഞ്ഞതുപോലെ പ്ലേറ്റും 4 സ്ക്രൂ വെച്ച് 10 ബാൻഡേഡ് ഒക്കെ ചെയ്ത് ഇത്രയും രൂക്ഷമായ ഒരു ഫൈറ്റ് ബിഗ് ബോസിൽ ഉണ്ടായിട്ട് അതിനെ പ്രൊമോഷൻ ചെയ്തിരിക്കുന്നു. പ്രൊമോ വഴി ഈ ഒരു അടിക്കുന്ന സീൻ പ്രൊമോഷനിലൂടെ മറ്റുള്ളവരെ ആകർഷിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എന്ത് മെസ്സേജാണ് ഈ ഒരു ഷോ പുറത്തേക്ക് കൊടുക്കുന്നത്? റോക്കി എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയും വലിയൊരു അതിക്രമം ചെയ്തതിന് ശേഷവും പുറത്തൊരു കൂസലുമില്ലാതെ ഇറങ്ങി നടക്കുകയാണ്. റോക്കിക്ക് ലീഗലി ഒരു ആക്ഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ആദർശി ഈ പറഞ്ഞ പരാതി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഹൈക്കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഷോയിന് ഇതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഒരു ഫിസിക്കൽ അസോൾട്ട് ഏറ്റുവാങ്ങിയ സിജോക്ക് പരാതിയില്ല, ഒന്നാമത്തെ കാര്യം. പിന്നീട് ഇത്രയും വലിയൊരു കോപ്പറേറ്റീവ് കമ്പനിയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. അതും നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല, ഹിന്ദി, തമിഴ്, തെലുങ്ക്, പിന്നെ പുറം രാജ്യങ്ങളിൽ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞും ഈ ഒരു ഷോ മുന്നോട്ട് പോകുന്നുണ്ട്. അത്രയും വലിയ ഒരു സംഘടനയ്ക്കെതിരെ അല്ലെങ്കിൽ അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിനെതിരെ അഡ്വക്കേറ്റ് ആദർശ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. നമ്മൾ ഇതിന് മുന്നത്തെ സീസണുകളിലും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ പുള്ളി ഉന്നയിക്കുന്ന ഒരു വാദം ശരിയാണ്, കൃത്യമായിട്ടുള്ളൊരു വാദമാണ്. റോക്കിക്ക് ഒരു ലീഗൽ ആക്ഷനും ഉണ്ടായിട്ടില്ല. കാരണം ഇതിന് വേറെ എവിഡൻസിൻ്റെ കാര്യമൊന്നുമില്ല. പ്രൊമോ വഴിയും എപ്പിസോഡ്സ് വഴിയും ലൈവ് വഴിയും റോക്കി സിജോനെ ആക്രമിക്കുന്നത്, പിന്നെ സിജോന് പറ്റിയ കാര്യങ്ങളും ഈ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സും എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനിടയിൽ എന്തുകൊണ്ടാണ് ആക്ഷൻസും കാര്യങ്ങളും എടുക്കാത്തതെന്ന് ആദർശ് കൃത്യമായിട്ട് ഉന്നയിച്ചിട്ടാണ് ഈ ഒരു പരാതി ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൈക്കോർട്ടിൽ എന്തായാലും ഇത് അപ്പീൽ ചെയ്തിട്ടുണ്ട്. ഇനി എന്തായിരിക്കും അതിൻ്റെ റിസൾട്ടെന്നും കാര്യങ്ങളെന്ന് അറിയാനായിട്ട് കുറച്ച് നാൾ കൂടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ഈ ഒരു വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ സോഷ്യൽ മീഡിയ പേജുകളും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽസും ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 കൂടി ഈ ഒരു പരിപാടി ഇവിടെ വെച്ച് ബാൻ ചെയ്യാണ്. കേരളത്തിൽ ബിഗ് ബോസ് ബാൻ ചെയ്യാൻ പോവുകയാണെന്നുള്ള രീതിയിൽ ഒട്ടനവധി പോസ്റ്റുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. ഇതൊക്കെ കണ്ടിട്ടാണ് ഒരുപാട് പേര് എന്നോട് ഇത് ചോദിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളൊരു കാര്യം, അത്തരത്തിലേക്കൊന്നും സംഭവിക്കില്ല. ഈ ഒരു ഷോ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ബാൻ ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും നടക്കാൻ പോകുന്നൊരു കാര്യമല്ല. നിങ്ങൾക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ മോൾ എന്ന് പറഞ്ഞ കോപ്പറേറ്റീവ് കമ്പനി, ഏഷ്യാനെറ്റ്, സ്റ്റാർ, അതുപോലെ തന്നെ ലാലേട്ടൻ ആങ്കർ ചെയ്യുന്നു. ഈ ഒരു പരിപാടി ഒരിക്കലും അവസാനിപ്പിക്കില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ പരാതി ഉന്നയിച്ചിരിക്കുന്നത് വളരെ കൃത്യമായി തന്നെയാണ്. ഇപ്പോൾ റോക്കിക്കെതിരെ എന്തെങ്കിലും ഒരു ലീഗൽ ആക്ഷൻ ഇതിൻ്റെ പേരിൽ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ റോക്കി ഹൈക്കോർട്ടിൽ പോകുന്ന സമയത്ത് മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനെങ്കിലും എന്തെങ്കിലും ഒരു പിഴയോ അല്ലെങ്കിൽ കുറച്ച് ശിക്ഷയോ എന്തെങ്കിലുമൊക്കെ റോക്കിക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. പിന്നീട് ഇതിനെപ്പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് 100% ജെനുവിൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.